ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന വലിയൊരു ടോപ്പിക്കാണ്. എല്ലാം കൂടി ഒരൊറ്റ ക്ലാസ് ആയാൽ വീഡിയോ കുറച്ച് അധികം ലെങ്തി ആയി പോവും. നമുക്ക് ഓരോ പാർട്ടായി പഠിക്കാം. ഇതുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്ററും ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17 1947 നവംബർ 17 സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത്. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ GV മാവ്ലങ്കാർ ആയിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28 1948 ഫെബ്രുവരി 28 പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചത്. 11 സെക്ഷനുകളിലായി 165 ദിവസമാണ് അസംബ്ലി സമ്മേളിച്ചിരുന്നത്. എത്രയാണ്? 11 സെഷനുകളിലായി 165 ദിവസമാണ് അസംബ്ലി സമ്മേളിച്ചിരുന്നത്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭരണഘടനാ നിർമ്മാണത്തിന് ചെലവായ തുക 64 ലക്ഷം രൂപയാണ്. 64 ലക്ഷം രൂപയാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഈ ഒരു ദിവസമാണ് ദേശീയ നിയമദിനമായി നമ്മുടെ ഇന്ത്യയിൽ ആചരിക്കുന്നത്. നവംബർ 26 ദേശീയ നിയമദിനം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 അതായത് നമുക്ക് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ 2 ദിവസം മുന്നേ 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284 അംഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായൊരു വസ്തുതയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം, ലാഹോർ INC സമ്മേളനം പ്രകാരം 1930 ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണുള്ളത്. നിലവിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എങ്കിലും ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപും ചില ആർട്ടിക്കിൾ നിലവിൽ വന്നിരുന്നു. ആർട്ടിക്കിൾ 5, 6, 7, 8, 9 അതുപോലെ 60, 324, 366, 367, 379, 380, 388, 391, 392, 393, 394 എന്നിവ 1949 നവംബർ 26 നിലവിൽ വന്നിരുന്നു. ഒന്ന് നോട്ട് ചെയ്യണേ, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി വരുന്ന വകുപ്പുകൾ നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് നോക്കാം. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു.
ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്ക. അമേരിക്കയിൽ നിന്നുമാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായി കണക്കാക്കുന്നത് ആമുഖത്തെയാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായും കണക്കാക്കപ്പെടുന്നത് ആമുഖത്തെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നതും ആമുഖം. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആണ് ആമുഖത്തിൽ പറയുന്നത്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ബി.ആർ. അംബേദ്കർ ആണ് സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെയാണ് ആമുഖവും നിലവിൽ വന്നത്. 1946 ഡിസംബർ 13-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഈ വർഷത്തെ 2024 LEC എക്സാമിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഓപ്ഷൻ ബി ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. അതിൽ ആൻസറായി വന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42-ാം ഭേദഗതി പ്രകാരമാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എന്താണ് ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. ഇത് ആ ഒരു ഓർഡറിൽ എഴുതാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക ഡേറ്റ് 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1960 ബെർബാറി കേസിലാണ്. 1960 ബെർബാറി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ഇനി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ശരിവെച്ചത്. ഈ ആമുഖത്തിന് കുറച്ച് വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഭാരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം KM മുൻഷി. ഇനി തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം.
അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിട്ടില്ല? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്ന്, പരമാധികാരം, ബി സോഷ്യലിസ്റ്റ്, സി ഡെമോക്രാറ്റിക്, ഡി ഇന്ത്യക്കാർ. ഇതിലേതാണ്? ഡി ആണല്ലേ ആൻസർ. ഇന്ത്യക്കാർ. ബാക്കിയുള്ള പരമാധികാരം, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് ഒക്കെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കിയ തീയതി 1949 നവംബർ 26 എന്നുള്ള ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി, സെക്കുലർ എന്ന വാക്ക് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ചേർത്തു. ഓപ്ഷൻ ഡി, 42ാം ഭരണഘടനാ ഭേദഗതി 1976 നടന്നു. ഓപ്ഷൻ ഡി, ഇന്ത്യൻ ഭരണഘടനയിലെ റഷ്യൻ വിപ്ലവത്തിൽ നിന്നും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ. ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കിയത് 1950 ജനുവരി 26 ഓപ്ഷൻ എ ആണ് തെറ്റായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പരമാധികാര ഇന്ത്യയുടെ കാര്യത്തിൽ ഏതു പ്രസ്താവന ശരിയല്ല എന്നാണ്. ഓപ്ഷൻ എ, ഇന്ത്യ ഒരു രാജ്യത്തെയും ആശ്രയിക്കുന്നില്ല എന്നാണ്. ഓപ്ഷൻ ബി, ഇന്ത്യ മറ്റൊരു രാജ്യത്തിൻ്റെയും കോളനിയല്ല. ഓപ്ഷൻ സി, ഇന്ത്യക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗവും മറ്റേതെങ്കിലും രാജ്യത്തിന് നൽകാൻ കഴിയും. ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ UN അനുസരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥനാണ്. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ UN അനുസരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥനാണ് എന്നുള്ളത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെരുബാരി കേസുമായി ബന്ധപ്പെട്ട വർഷം ഏതെന്നാണ്. ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1970, ഓപ്ഷൻ ഡി 1960. ഏതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ? 1960. ഓപ്ഷൻ ഡി 1960. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കുലർ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ, സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മതങ്ങളും തുല്യരാണ്. ഓപ്ഷൻ ബി, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മതത്തിന് പ്രത്യേക പ്രാധാന്യം. ഓപ്ഷൻ സി, ഒരു മതം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, ഇനി പറയുന്നവ ഒന്നുമല്ല. ഏതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഓപ്ഷൻ എ ആണ്. സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മതങ്ങളും തുല്യരാണ് എന്നാണ് സെക്കുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിലെ സാമൂഹിക സമത്വം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ, അവസരങ്ങളുടെ അഭാവം. ഓപ്ഷൻ ബി, തുല്യതയുടെ അഭാവം. ഓപ്ഷൻ സി, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ. ഓപ്ഷൻ ഡി, ഇനി പറയുന്നവ ഒന്നുമല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സാമൂഹിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓപ്ഷൻ എ, ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് ബെറുബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഓപ്ഷൻ സി, എയും ബിയും ശരിയാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നാണ് ഓപ്ഷൻ ഡി. ഇതിൻ്റെ ആൻസർ എയും ബിയും എന്നുള്ളതാണ്. അതായത് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് ബെറുബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. അതുപോലെ കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതും ശരി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ആദർശമല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ എ, നീതി. ഓപ്ഷൻ ബി, സമത്വം. ഓപ്ഷൻ സി, സമൃദ്ധി. ഓപ്ഷൻ ഡി, സാഹോദര്യം. ഇതിലേതാണ്? ഓപ്ഷൻ സി, സമൃദ്ധിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഓപ്ഷൻ ബി, ദൈവത്തിൻ്റെ നാമത്തിൽ. ഓപ്ഷൻ സി, ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അതിൻ്റെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമാക്കാൻ. ഇതിലേതാണ് ആൻസറായി വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അംഗീകരിച്ചത് എന്നാണ്. ഓപ്ഷൻ എ 1950 ജനുവരി 26, ഓപ്ഷൻ ബി 1949 നവംബർ 26, ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ഡി 1946 ഡിസംബർ 9. ഏതാണ് ഇതിൻ്റെ ആൻസർ?
ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. 1949 നവംബർ 26. ആമുഖത്തിലെ ഇനി പറയുന്ന ആദർശങ്ങളിൽ ഏതാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ എ നീതി, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി സമത്വം, ഓപ്ഷൻ ഡി സാഹോദര്യം. സാഹോദര്യമാണ് ആൻസറായി വരുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റർ നോക്കാം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞ പാഠത്തിലുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആമുഖം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ആമുഖത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഓരോ വാക്കും നല്ലോണം നോട്ട് ചെയ്യാം. ഇതൊരു ഓർഡർ തിരിച്ച് കൊടുക്കാറുണ്ട്. പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളത്. അത് പഠിക്കാനുള്ളൊരു കോഡ് പറയാം. പസോമജെറി എന്ന് ഓർക്കുക. അപ്പോൾ പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് പസോമജെറി. അടുത്തത് +1 പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഭാഗങ്ങളാണ്. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്താണെന്നാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റ് ഭാഗങ്ങളുടെയും ഒരു യൂണിയനായിരിക്കും. യൂണിയനിൽ നിയോഗിക്കപ്പെട്ടുള്ളതോ നിക്ഷിപ്തമായതോ ആയ പ്രദേശങ്ങളൊഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കുകയും ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം, നിയമത്തിനു മുമ്പിലെ തുല്യത, സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകും. ഈ ഒരു ഭാഗമൊക്കെ 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഒരു മോഡലിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതുകൊണ്ട് നമുക്കൊരു ഈ വേർഡ്സൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതിന് 1-2 പ്രാവശ്യം വായിച്ചു നോക്കാം. ഭരണഘടനയിലെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.